ഹലോ മിസ്റ്റർ, ഇന്ത്യൻ റെയിൽവേ ഭയങ്കര അനാസ്ഥയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര മോശമാണ് ഇന്റർവ്യൂ. എന്ത് കാണിച്ചു? നല്ല വൃത്തിയുള്ള കമ്പാർട്ട്മെന്റും കാര്യങ്ങളൊക്കെ ആണല്ലോ, പിന്നെ എന്താ പ്രശ്നം? അതല്ല, നിങ്ങൾ എന്തിനാണ് ആ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ട്രെയിനിന്റെ സമയവിവര പട്ടികയുടെ ടൈം ടേബിൾ ഇട്ടിരിക്കുന്നത്? എന്നിട്ട് എല്ലാ ട്രെയിനുകളും ലേറ്റ് ആയിട്ടാണല്ലോ ഓടുന്നത്. എടാ, അവിടെ അങ്ങനെ ഒരു ടൈം ടേബിൾ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഏതൊക്കെ ടൈം, ഏതൊക്കെ ട്രെയിൻ, ഏതൊക്കെ ടൈമിൽ ലേറ്റ് ആവുന്നു നീയൊക്കെ പോയി നോക്കി മനസ്സിലാക്കി ട്രെയിനിൽ വന്ന് കയറുന്നത്. അതവിടെ വെച്ചില്ല നിനക്ക് കയറാൻ പറ്റുമോ? അതില്ല. പറ്റുമോടാ? ആ, അത് ഇതടിക്കാതെ നീ ടിക്കറ്റിങ് എടുത്തേ. ടിക്കറ്റ് എടുക്കാൻ ആ ശീലമില്ല സാർ. ടിക്കറ്റ് എടുക്കാറില്ല. ഒന്നാമത് നമുക്ക് ഭാഗ്യമില്ലാത്ത ആൾക്കാരാണ്, പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കാര്യമില്ലല്ലോ. ഏത് ടിക്കറ്റിന്റെ കാര്യം ഉദ്ദേശിച്ചേ? കേരള സംസ്ഥാന ഭാഗ്യക്കുറിയല്ലേ? കേരള സംസ്ഥാന ഭാഗ്യക്കുറി എടുക്കാൻ ഞാൻ ലോട്ടറി കച്ചവടക്കാരനല്ല, ട്രെയിനിന്റെ അകത്തെ TTR ആണ്. ടിക്കറ്റ് എടുക്ക്. ഞാനേ ധൃതിക്ക് ഓടിക്കേറിയപ്പോ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. ടിക്കറ്റ് എടുക്കാതെ നീ കണ്ട ന്യായങ്ങളൊക്കെ റെയിൽവേ കുറിച്ച് നീ പറഞ്ഞതല്ലേ? ടിക്കറ്റ് എടുക്കുക. എവിടുന്ന് കയറിയതാ നീ? കായംകുളം. കായംകുളത്ത് കയറി. എങ്ങോട്ടാ പോകേണ്ടത്? ചെന്നൈ. ആ, അപ്പൊ ഡബിൾ അടിക്കേണ്ടി വരും. വേണ്ട, എനിക്ക് സിംഗിൾ അടിച്ചാൽ മതി. ടിക്കറ്റ് ഡബിൾ അടിക്കേണ്ടെന്ന് 2100 രൂപ എടുക്ക്. സാറേ അങ്ങനെ പറയല്ലോ സാറേ. അപ്പൊ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തിരുന്നെങ്കിലാ 350 രൂപ മുടക്കിയാൽ മതിയായിരുന്നു. അയ്യോ, ടിക്കറ്റ് എടുത്തില്ല, 2500 രൂപ എടുക്ക്. സാറേ ഞാനൊരു പ്രാരാബ്ധക്കാരനാണ്, ഞാൻ ഒരു ഇന്റർവ്യൂവിന് പോകുന്നതാണ്, തൊഴിൽ രഹിതനാണ് സാറേ ഞാൻ. അപ്പൊ നിനക്ക് ജോലിയൊന്നും ആയിട്ടില്ല? ഒന്നും ആയിട്ടില്ല സാറേ. എവിടെ പോയാ ജോലി ആകാൻ ഞാൻ? അല്ല, ഞാൻ ഒരുപാട് ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് എന്റെ ജോലിക്ക് എടുക്കും, പിറ്റേ ദിവസം എന്നെ അവിടുന്ന് പറഞ്ഞു വിടും. അതിനങ്ങനെ പറഞ്ഞു വിടാനുള്ള കാരണം? പറഞ്ഞു വിടാന്ന് പറഞ്ഞാൽ എന്റെ പേരിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ നിന്റെ പേര്? എന്റെ പേര് കാരണമാണ് എന്നെ പറഞ്ഞു വിടുന്നത്. അതെന്താ, എന്നാ അത്രയ്ക്കും വൃത്തികെട്ട പേരാണോ? വൃത്തികെട്ട പേരൊന്നുമല്ല. പിന്നെ എന്താ നിന്റെ പേര്? ബോസ്. നല്ല പേരാണല്ലോ, ജോലി കിട്ടേണ്ട പേരാണല്ലോ അത്. അല്ല, ഞാൻ എവിടെ ജോലിക്ക് കയറിയാലും അവിടെ ഒരു ബോസ് ഉണ്ടാവും, ഈ തലപ്പത്തെ. അപ്പൊ ബോസേ എന്ന് വിളിക്കുമ്പോ ഞാനും പുള്ളി വിളി കേൾക്കും. അപ്പൊ പുള്ളിക്ക് അത് ഈഗോ അടിക്കും. അങ്ങനെ പിറ്റേ ദിവസം തന്നെ എന്നെ പറഞ്ഞു വിടും. അപ്പൊ ഇപ്പൊ തൽക്കാലം ജോലിയൊന്നും ഇല്ല? ജോലി അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല സാറേ. ഇന്ത്യൻ റെയിൽവേയിൽ ബോസ് ഉണ്ടാ? ഇന്ത്യൻ റെയിൽവേയിൽ ഒരു വേക്കൻറ്റ് കിടപ്പുണ്ട്, പക്ഷെ നല്ല ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാറേ ഞാൻ പഠിച്ചോളാം സാറേ, കുത്തിയിരുന്ന് ഞാൻ പഠിച്ച് പാസ്സായിക്കോളാം. ഞാൻ ടെസ്റ്റൊക്കെ ഞാൻ പാസ്സായിക്കോളാം. എന്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയാണ്, റെയിൽവേയിൽ ജോലി കിട്ടണമെങ്കിൽ അവരുടെ ടെസ്റ്റ് പാസ്സായാലേ ജോലി കിട്ടുള്ളൂ. അതെ അല്ലേ?